ഹലോ പിള്ളേരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് 5G എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ റിവ്യൂ അല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ അന്നത്തെ വീഡിയോ വെച്ചിട്ട് തന്നെ ഏറെ കയറ്റുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ റിവ്യൂ അല്ല, പക്ഷേ ഈ ഫോൺ എന്താണെന്നുള്ളതും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, വെർത്താണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആദ്യം തന്നെ പ്രൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതാണല്ലോ മെയിൻ. 10,999, അതായത് 10,999 അഥവാ 10,999 ആണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത്. 10,999 നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബാക്ക് ആയിട്ടുള്ള ഒരു ബോഡിയാണ് വരുന്നത്. പിന്നെ ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ബെസൽ കയറി നിൽപ്പുണ്ട്. എന്നാൽ കൂടി നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു 6.52 ഇഞ്ചിന്റെ ഒരു HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ കളേഴ്സ് ഒക്കെ നല്ല വൈബ്രന്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് അതൊരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. 90 ഹെർട്സ് പ്ലസ് ഇതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ വയ്യ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. അതായത് ആ ഒരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് പ്ലസ് ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം അതിനെ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫീല് കൊണ്ടുവരുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കിടു എന്ന് പറഞ്ഞാൽ കിടു സാധനം. ഈ ഒരു ഫോണിന്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി കിട്ടുന്നുണ്ട്, ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോ കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഡെപ്തിന് വേണ്ടിയിട്ട് 2 മെഗാ പിക്സൽ, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. അതൊരു നോച്ചോട് കൂടിയുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ നോച്ചിലാണ് നമ്മുടെ ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണ്. MediaTekന്റെ Dimensity 700 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഒക്ടാ കോർ 2.2 GHz വരുന്ന ഒരു പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 4 GB റാമും 128 GB ഇന്റർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഭയങ്കര വലിയ കാര്യം. 5000 mAh ബാറ്ററി, Type-C പോർട്ട്, പിന്നീട് പവർ ബട്ടണിലാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എൻ്റെ ഒരു ഓവറോൾ അഭിപ്രായം പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി ഫോൺ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടാ. ഇത് നമുക്ക് കാണാം. ഒന്നാമത്തത് ഇതിൻ്റെ കളറും ആ ഒരു ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. എന്നാൽ ഈ ഫോണിൻ്റെ എഡ്ജ് അവർ കുറച്ചൊന്ന് ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് പിടിക്കുന്ന സമയത്ത് കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തുള്ളത് ഇതിനകത്ത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ബ്ലോട്ട് വെയർസും ഇല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ്, ക്ലീൻ ആയിട്ടുള്ള UI, ഫാസ്റ്റ് ആയിട്ടുള്ള UI. എനിക്കൊന്ന് ലാവയുടെ വേറൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്ലോ ആണ് ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ പരിഹരിച്ച് അവർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു 90 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൊടുത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത് വലിയ കാര്യമാണോ എന്നുള്ളത്. ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും തലവേദനയായിട്ട് വരുന്നത് ബ്ലോട്ട് വെയർസ് ആണ് ഒന്നാമത്തത്. അപ്പോൾ അതില്ലാത്തത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. രണ്ടാമത്തത്, ഈ ഫോണിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ വേണോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നീട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. ഗെയിമിംഗ് പെർഫോമൻസ് ഞാൻ ആസ്ഫാൾട്ട് 9 കളിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. ടെക്സ്ചേഴ്സ് എനിക്ക് എന്തെന്ന് അറിഞ്ഞൂടാ, ഇതിൻ്റെ ടെക്സ്ചേഴ്സ് ഒന്നും പറയാനില്ല. ഗെയിം ഓവറോൾ ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്മൂത്ത്നെസ് ഒരു 90 ഹെർട്സിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല, പക്ഷേ പ്ലേയബിൾ ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റട്ടർ വന്ന് ഇങ്ങനെ മുഖം കാണിച്ചിട്ട് ഹലോ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ ബാധിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയേണ്ടി വരും. ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് ക്യാമറ ക്വാളിറ്റി സെൽഫി നമ്മളൊന്ന് ആപ്പിൾ ആവും. അതായത് എങ്ങനെ ഫോട്ടോ എടുത്താലും ആപ്പിൾ ആവും, ചുവന്നിരിക്കും. രണ്ടാമത്തത് റിയർ ക്യാമറ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സാമ്പിൾസ് മൊത്തം ഞാൻ ഡ്രൈവിൻ്റെ അകത്താക്കി ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാമ്പിൾ എല്ലാം എടുത്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് 10,000 രൂപ, 10,000 അല്ല 11,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു 5G ഫോൺ വാങ്ങാൻ പറ്റും. അതായത് 5G എന്ന് പറയുന്ന ഇൻഡസ്ട്രി എങ്ങനെയൊക്കെ ഇവോൾവ് ആവുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി തൊട്ട് ബഡ്ജറ്റ് ഫോണുകളിൽ 4G എന്ന് പറയുന്നതൊന്നുമില്ല. 5G എന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 5G ഫോണുകൾ നമുക്ക് ബഡ്ജറ്റിലും കിട്ടും എന്നുള്ളൊരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം, നമുക്ക് നോച്ച് ഇല്ലാത്തതും പഞ്ചുള്ളൊരു ഹൈലൈറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്, മറ്റേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ഇനി വരാൻ പോകുന്നത് 2023 ബഡ്ജറ്റിൽ 5G എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ സംഭവം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ലാവ ബ്ലേസ് 5G എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ 11,000 രൂപയ്ക്ക് 5G ഫോണ് ഒരു
പ്രോമിസിങ് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലോട്ട് പേസ് കാര്യങ്ങളും ഇട്ട് അവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നു എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. വളരെ റിച്ച് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ്. അപ്പോൾ ലാവ ബ്ലേസ് 5Gക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ആപ്ലിക്കേഷനും ഇല്ല. ഞാൻ പിന്നീട് എന്ത് ചെയ്തു, ഓരോ ആപ്ലിക്കേഷനായിട്ട് എനിക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് കാഷ്വൽ ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വീഡിയോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കിഡിലും കാഷ്വൽ ഗെയിംസ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.